നമുക്ക് ഇരിക്കാം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10, 11, 12 തിരുവചനങ്ങൾ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സോദോമിന്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ ഒക്ടോബർ മാസം 2-ാം തീയതി ഈ രാത്രിയിൽ ദിവ്യകാരുണ്യ ഈശോയുടെ തിരുസന്നിധിയിലിരുന്ന് ഈ ശുഭരാത്രി വചന സന്ദേശത്തിന് കാതോർക്കുമ്പോൾ ഈശോ നമ്മോട് വളരെ ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കുകയാണ്. നമ്മൾ വായിച്ച വചനഭാഗം, ഈശോ 72 പേരെ, 2 പേരെയായി താൻ ഇനി സഞ്ചരിക്കാനിരിക്കുന്ന ഗ്രാമങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക് അയക്കുന്നു. അവർ പോകുമ്പോൾ ഈശോ അവരോട് പറയുന്ന നിർദ്ദേശങ്ങളുടെ അവസാന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. ഈശോ പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, എന്തൊക്കെയാണ് ദൈവരാജ്യത്തെക്കുറിച്ച് ഇവർ പ്രസംഗിക്കുന്നത്? ഈശോയെക്കുറിച്ച് പറയുന്നു, സ്നേഹിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കേണ്ടതിനെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു, ചെയ്യേണ്ട നന്മകളെക്കുറിച്ച്, സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് ഒക്കെ പഠിപ്പിക്കുന്നു. ഒരു വശത്ത് ഒഴിവാക്കേണ്ട തിന്മകളെക്കുറിച്ച് പറയുന്നു, ക്ഷമിക്കേണ്ടതിനെക്കുറിച്ച് പറയുന്നു, എളിമപ്പെടേണ്ടതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ചെയ്യേണ്ട നന്മകളെക്കുറിച്ചൊരു വശത്തും ഒഴിവാക്കേണ്ട തിന്മകളെക്കുറിച്ച് മറുവശത്തും ഒക്കെ ഇവർ പറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ നടത്തുകയാണ്. ഇന്ന് നമുക്ക് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ, ഒരാളുടെ മാനസാന്തരത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ, ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒക്കെ, അതുപോലെ ഒരു വചന ശുശ്രൂഷയിലൂടെ, ഒരു കൂദാശയിലൂടെയൊക്കെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്, അറിയുന്നവരാണ്. ഇതൊക്കെ അറിയിച്ചു കഴിയുമ്പോൾ, ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ചില ആളുകൾ ഇതിനോടൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കും. അവരത് സ്വീകരിക്കുകയില്ല, അവർ യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുകയില്ല. അവർ ക്ഷമിക്കാൻ തയ്യാറാവുകയില്ല, തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ തയ്യാറാവുകയില്ല, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യാൻ തയ്യാറാവുകയില്ല, തങ്ങളുടെ തന്നെ പാപത്തെ ഓർത്ത് അനുദപിക്കാനോ കരയാനോ തയ്യാറാവുകയില്ല. അങ്ങനെ അവർ അവരുടെ തന്നെ കഠിന ഹൃദയത്തിൽ തുടരും. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. അവർക്കെതിരെയായിട്ടുള്ള സാക്ഷ്യത്തിനായി കാലിലെ പൊടി തട്ടിക്കളയുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങൾ മുമ്പ് നമ്മൾ വിചിന്തനം ചെയ്തിരുന്നു. അതായത് മറ്റുള്ളവരിൽ നിന്ന് നമ്മളിൽ വന്ന തിന്മകൾ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് മറ്റൊരു വശമാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാലിലെ പൊടി തട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ അതൊരു സിംബോളിക് ആക്ഷനാണ്. നിങ്ങളുമായി ഞങ്ങൾക്കിനി ഒരു ബന്ധവുമില്ല, ടോട്ടൽ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. നീ ദൈവരാജ്യത്തെ സ്വീകരിക്കുന്നില്ല എങ്കിൽ, നീ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നില്ല എങ്കിൽ, നീ ദൈവരാജ്യ മൂല്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറില്ല എങ്കിൽ, ഞാനും നീയുമായി ഇനി ഒരു റിലേഷൻഷിപ്പ് ഇല്ല.
ഇനി ഒരു ഇടപാടില്ല, നമ്മൾ തമ്മിൽ ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. കാരണം നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. മറ്റെന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നീ എന്നോടായിട്ട് നടത്താമെന്ന് പറഞ്ഞാലും നീ ക്രിസ്തുവിനെയും ദൈവരാജ്യത്തിൻ്റെ മൂല്യത്തെയും സ്വീകരിക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, നിന്നിലുള്ള നന്മയൊക്കെ, നിന്നിലുള്ള ഗുണമൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ട് നീയും ഞാനുമായി ഇനിയൊരു ബന്ധമില്ല. കാലിലെ പൊടി തട്ടിക്കളയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഈശോ ഈ ഭാഗത്ത് വളരെ ഷാർപ്പാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾ അവരിൽ നിന്ന് കാലിലെ പൊടി പോലും തട്ടിക്കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് നിൽക്കണ്ട എന്നാണ് ഈശോ പറയുന്നത്. അതായത് ദൈവരാജ്യത്തിൻ്റെ മൂല്യം, ക്രിസ്തു എന്ന് പറയുന്ന മൂല്യം, സുവിശേഷം എന്ന് പറയുന്ന മൂല്യം മറ്റെന്തിനേക്കാളും വിലയുള്ളതാണെന്ന് നീയും നിന്റെ കൂടെ ഇടപെടുന്നവരും അറിയട്ടെ. ഹല്ലേലൂയ. അവർക്ക് വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ കമാൻഡ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നതാണ്. ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു അഫെയറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ, നമ്മൾ ഏത് മേഖലയിലും, അത് ഒരു ബിസിനസ്സുമായിട്ടുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളുമായി അത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവരുമായി, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ സ്വീകരിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കാത്തവരുമായി നീ ഇടപാടിലേർപ്പെടേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. 12-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സോദോമിന്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. അതായത് ആരൊക്കെയാണോ അനുദപിക്കാൻ തയ്യാറാകാത്തത്, പാപം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തത്, ക്ഷമിക്കാൻ തയ്യാറാകാത്തത്, തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തത്, താഴാൻ തയ്യാറാകാത്തവര്, അസൂയ ഉപേക്ഷിക്കാൻ, അഹങ്കാരം ഉപേക്ഷിക്കാൻ ആരൊക്കെ തയ്യാറാകുന്നില്ല, ആരൊക്കെ ദൈവരാജ്യ മൂല്യങ്ങളിൽ ജീവിക്കാൻ തയ്യാറാകുന്നില്ല, സ്നേഹിക്കാൻ തയ്യാറാകുന്നില്ല, പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നില്ല, പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നില്ല, മദ്യപാനം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല, ലഹരി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല, ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാകുന്നില്ല, അനുദിന പ്രാർത്ഥനയ്ക്ക് ദിവ്യബലിക്കൊക്കെ അവസരം കിട്ടിയിട്ട് അത് പോകാൻ തയ്യാറാകുന്നില്ല, വചനം കേൾക്കാൻ തയ്യാറാകുന്നില്ല, വചനമൂല്യമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നില്ല, അവരുടെ സ്ഥിതി, വീണ്ടും ഈശോ ഷാർപ്പായിട്ട് പറയുകയാണ്, അവരുടെ സ്ഥിതി സോദോമിൻ്റെ സ്ഥിതിയേക്കാൾ മോശമായിരിക്കും. നമ്മൾ വചനത്തിൽ സോദോം ഗൊമോറയുടെ മേൽ അവരുടെ സ്ഥിതി നല്ല സ്ഥിതിയായിരുന്നു. അവർ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ നല്ലൊരു റിച്ച് ആയിട്ടുള്ള, എല്ലാ പ്രോസ്പെരിറ്റി ഉള്ള ഒരു ദേശമായിരുന്നു. പക്ഷേ എല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ അർമാദിച്ച് നടന്നു. ചെയ്യാൻ പറ്റുന്ന എല്ലാ തിന്മകളും കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊണ്ടും എല്ലാ തരത്തിലുള്ള അധാർമികമായിട്ടുള്ള മ്ലേച്ഛതയിൽ ജീവിച്ചു. പക്ഷെ അവർ ഭയങ്കര റിച്ചായിരുന്നു, അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, സുന്ദരന്മാരായിരുന്നു, സുന്ദരിമാരായിരുന്നു. പക്ഷേ ഒരു ദിവസം കർത്താവിൻ്റെ കോപം അവരുടെ മേൽ വരികയും തീയും ഗന്ധകവും അവരുടെ മേൽ വന്ന് പതിക്കുകയും ചെയ്തു. വളരെ ടെറിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഈശോ പറയുകയാണ്, ദൈവവചനം സ്വീകരിക്കാത്ത മക്കൾക്ക് ഇവരുടെ ഈ സ്ഥിതിയേക്കാൾ മോശമായൊരു സ്ഥിതി ഉണ്ടാകുമെന്ന് സന്നിഗ്ധമായി ഈശോ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഈശോ നമ്മോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ, ഈശോ നമ്മോട് താഴാൻ പറഞ്ഞിട്ട്, എളിമപ്പെടാൻ പറഞ്ഞിട്ട് നമ്മൾ എളിമപ്പെടുന്നില്ലെങ്കിൽ, ഈശോ നമ്മോട് വിട്ടുകൊടുക്കാൻ പറഞ്ഞിട്ട് വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ, ഈശോ നമ്മോട് ജാഗ്രതയോടുകൂടെ, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ജാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, നമ്മുടെ സ്ഥിതി സോദോമിൻ്റെ സ്ഥിതിയേക്കാൾ, തീയും ഗന്ധകവും വീണ് വെണ്ണീറായിപ്പോയ ഒരു നഗരത്തിൻ്റെ സ്ഥിതിയേക്കാൾ നമ്മുടെ സ്ഥിതി മോശമായിരിക്കുമെന്ന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ ശുഭരാത്രി വചന സന്ദേശം കർത്താവ് നമുക്ക് തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം.
കണ്ണുകളടച്ച് നമുക്ക് നമ്മുടെ അന്തരംഗത്തെ പരിശോധിക്കാം. ഒരു അനുതാപ ശുശ്രൂഷയാണ്, മനസാക്ഷിയെ പരിശോധിക്കുന്ന ഒരു കാര്യമാണ്, എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്. നമ്മൾ ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ നമ്മുടെ വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട് എങ്ങനെയൊക്കെ ഈശോയിൽ നിന്ന് അകന്നുപോയി എന്ന് മനസ്സിൽ ഒരു പരീക്ഷ, ഒരു പരിശോധന നടത്തുകയാണ്. നന്മ ചെയ്യാൻ കിട്ടിയ അവസരങ്ങൾ പാഴാക്കി കളഞ്ഞതിനെ ഓർത്ത്, സമയം പാഴാക്കി കളഞ്ഞതിനെ ഓർത്ത്, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത് സമയം നഷ്ടപ്പെടുത്തി ഒരു ഫലശൂന്യമാകി പോയ നമ്മുടെ സമയങ്ങൾ കുറച്ചുകൂടെ സ്നേഹത്തോടെ വ്യാപരിക്കാമായിരുന്നിട്ടും അതിനെ നമ്മൾ പരിശ്രമിക്കാതിരുന്നത് നമ്മുടെ ബന്ധങ്ങളിൽ, ഭാര്യയുമായിട്ട്, ഭർത്താവുമായിട്ട്, മക്കളുമായി, മാതാപിതാക്കളുമായി, സഹോദരങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളുടെ സ്ഥിതികളിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, ദൈവസ്നേഹത്തിനെതിരെ വന്നുപോയ വീഴ്ചകൾ, അവിടുത്തെ തിരുസന്നിധിയിലിരിക്കാൻ, അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാൻ ഒക്കെ മറന്നുപോയ സമയങ്ങൾ ഓർത്ത് അനുഭവിക്കാം. കൂടുതൽ നാളെ കൂടുതൽ തീഷ്ണതയോടുകൂടെ, കൂടുതൽ സ്നേഹത്തോടുകൂടെ, കൂടുതൽ വചനത്തെ കേൾക്കാനും അനുഭവിക്കാനും വചനത്തിൽ ജീവിക്കാനും ഒക്കെ ആഗ്രഹിച്ച് നമുക്ക് നാളത്തെ നമ്മുടെ ജീവിതം ഇന്നത്തെ ജീവിതത്തെക്കാൾ കൂടുതൽ ദൈവികമായ, കൂടുതൽ സ്വർഗീയമായൊരു ജീവിതമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ സ്നേഹമല്ല നമുക്ക് നാളെ ഉണ്ടാകേണ്ടത്. കുറച്ചുകൂടെ കൂടുതൽ സ്നേഹം, ദൈവസ്നേഹമാകാം, പരസ്നേഹവും ഇന്നുള്ളതിനേക്കാൾ നാളെ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കാം. ഇന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകളെ ഓർത്ത് അനുതപിക്കാം, മാപ്പപേക്ഷിക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത്, അതുപോലെ തന്നെ കർത്താവ് നമുക്ക് ഇന്ന് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം, ഹൃദയം തുറന്ന് നന്ദി പറയാം. നമ്മൾ കണ്ട കാഴ്ചകൾ, കേട്ട കേൾവികൾ, അനുഭവിച്ച സ്നേഹം, അനുഭവിച്ച ഈശോ ആത്മീയമായിട്ടുള്ള കൃപകൾ, ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, കർത്താവിൻ്റെ കരുണ, ഇന്ന് അനുഭവിച്ച സൗഖ്യം, ഇന്ന് അനുഭവിച്ച സമൃദ്ധി എല്ലാം ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വളരെ പ്രത്യേകമായി ഇന്ന് പ്രഭാതത്തിൽ ദിവ്യബലി അർപ്പിക്കാൻ അവസരം ലഭിച്ചത്, ഈ രാത്രിയിൽ ഇവിടെ ആയിരിക്കാൻ അവസരം ലഭിക്കുന്നത്, ഓൺലൈനിൽ ഇപ്പോൾ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കാൻ കൃപ ലഭിക്കുന്നതിനൊക്കെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ നാമം വാഴ്ത്തിയിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കരങ്ങളടിച്ച് സ്തുതിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയട്ടെ. ഹൃദയം തുറന്ന് ഇന്ന് കർത്താവ് തന്നിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം നന്ദിയുണ്ട്, അത്രമാത്രം ശക്തിയോടെ കരമടിച്ച് സ്വയം നന്ദി. പിതാവായ ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവായ ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ അഭിഷേകം നീ എനിക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നിലൂടെ സംസാരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, നീ എൻ്റെ കണ്ണുകളെ നിന്റെ കണ്ണുകളാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് ഹല്ലേലൂയ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതകാലം മുഴുവൻ കർത്താവിന് നന്ദി പറഞ്ഞാൽ തീരാത്തത്ര കൃപകൾ അവിടെ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ഹല്ലേലൂയ അവിടെ നിന്ന് നമ്മുടെ മേൽ വർഷിച്ചിട്ടുള്ളതിനെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. നമുക്ക് കരങ്ങൾ കൂപ്പി ഈ രാത്രിയിൽ നമ്മുടെ 7 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ജീവിത പങ്കാളിയെ സമർപ്പിച്ച്, മാതാപിതാക്കളെ സമർപ്പിച്ച്,
സഹോദരങ്ങളെ സമർപ്പിച്ച്, അയൽക്കാരെയും സുഹൃത്തുക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായി ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവരെ സമർപ്പിച്ച്, മരണാസന്നരായിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായി ഒത്തിരിയേറെ മാനസിക വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവർ, രാത്രിയിൽ ഉറക്കം ലഭിക്കാത്ത വിധം ഹൃദയവ്യതയിലൂടെ കടന്നു പോകുന്നവര്, അസ്വസ്ഥതകളിൽ, ഏകാന്തതകളിൽ, നിരാശയിൽ, ആത്മഹത്യ പ്രവണതകളിൽ, മാനസിക രോഗങ്ങളിൽ ആയിരിക്കുന്നവര്, അഭയാർത്ഥികളായി കഴിയുന്നവര്, ഭവനങ്ങൾ നഷ്ടപ്പെട്ടവര്, യുദ്ധത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ടവര്, അവരുടെ പ്രിയപ്പെട്ടവര്, അസ്വസ്ഥതകളിൽ ആയിരിക്കുന്ന കുടുംബങ്ങൾ, കലഹിച്ച് കഴിയുന്ന ഈ രാത്രിയിൽ കലഹത്തിലായിരിക്കുന്ന, ഭിന്നതയിലായിരിക്കുന്ന ജീവിത പങ്കാളികള്, മക്കള്, മാതാപിതാക്കള് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സമാധാനം ലോകം മുഴുവനിലും, തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും ഒക്കെയുള്ള എല്ലാ മനുഷ്യരിലേക്കും, പ്രപഞ്ചം മുഴുവനിലേക്ക് നമ്മുടെ ഹൃദയം വിശാലമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങൾ ഒറ്റക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആത്മീയമായിട്ടുള്ള നിയോഗങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നാളത്തെ നമ്മുടെ ശുശ്രൂഷയെ, അതിൽ പങ്കെടുക്കുന്ന 10,000-കണക്കിന് ദൈവമക്കളെ, തിരുസ്വരൂപ പ്രതിഷ്ഠയോടുകൂടെ ആരംഭിക്കുന്ന തിരുനാളിൻ്റെ ശുശ്രൂഷകളെ, ഞായറാഴ്ച നടക്കുന്ന രോഗസൗഖ്യ ആരാധനയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ ഒഴുകിയിറങ്ങട്ടെ. നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ 7 നിയോഗങ്ങൾ, പൊതുവായിട്ടുള്ള നിയോഗങ്ങൾ എല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അത്രമാത്രം ശക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി നമുക്ക് മുട്ടുകുത്താം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് നിങ്ങളുടെ അതിരുകൾ വിശാലമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുമുഖം കാണാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ കർത്താവ് തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും ഉയരവും വീതിയും ഗ്രഹിക്കാൻ തക്കവിധം നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളുടെ കൂടെ കൂട്ടുകാരനായിട്ട് വസിക്കട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കാനായി നിങ്ങളുടെ മുകളിലും, കാത്തു സംരക്ഷിക്കാൻ നിങ്ങളുടെ പിറകിലും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി നിങ്ങളുടെ മുൻപിലും, നിങ്ങളെ ഉള്ളിൽ നിന്ന് ആനന്ദിപ്പിക്കാൻ നിങ്ങളുടെ ഉള്ളിലും വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ ഭൗതികവും ആത്മീയമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളിലേക്കും കർത്താവ് ഇറങ്ങി വരികയും അവിടുത്തെ മഹത്വത്തിന് ഉപകരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, പ്രാർത്ഥനകൾ യഥാസമയം അവിടുന്ന് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിറവേറ്റി തരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യകാരുണ്യ ആശീർവാദത്തിൻ്റെ മുദ്ര നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും നിന്റെ ആത്മാവിലും ഈ പ്രപഞ്ചം മുഴുവനിലും വന്ന് പതിഞ്ഞ് നിന്നെ അവിടുന്ന് ക്രിസ്തുവാക്കി രൂപാന്തരപ്പെടുത്തട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് ദിവ്യ ആശീർവാദം സ്വീകരിക്കാം.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, നല്ല സ്വപ്നങ്ങളുള്ള രാത്രി, പ്രാർത്ഥനാ ചൈതന്യമുള്ളൊരു രാത്രി ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.